വീണ്ടും വാർത്തകളിലേക്ക്. അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് പിടിച്ചു വാങ്ങാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് കരുത്തു പകർന്ന പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 83-ാം ചരമവാർഷികമാണിന്ന്. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, കർഷക സമരം, വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം തുടങ്ങി അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങളൊക്കെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അധസ്ഥിതർക്ക് വേണ്ടി വില്ലുവണ്ടി തെളിയിച്ച അയ്യങ്കാളിയുടെ ഓർമ്മകളിലേക്ക്. പുലയുടെ രാജാവെന്നാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ജാതി മേധാവിത്വത്തിന്റെ അപമാനങ്ങൾക്കുമേൽ കീഴാള ജനതയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായ വിപ്ലവകാരി. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശം, ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിങ്ങനെ മേൽജാതിക്കാർ കീഴ്ജാതിക്കാർക്ക് നിഷേധിച്ച മാനുഷിക അവകാശങ്ങളെല്ലാം സമര പോരാട്ടങ്ങളിലൂടെ പിടിച്ചുവാങ്ങിയ ക്രാന്തദർശി. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അയ്യങ്കാളി ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടം തുടങ്ങിയത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് പൊതുവിടങ്ങളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു അയ്യങ്കാളിയുടെ ആദ്യ പോരാട്ടം. പൊതുനിരത്തുകൾ തന്റെ മണികെട്ടിയ വില്ലുവണ്ടി കൊണ്ട് കീഴടക്കി ജാതി മേധാവിത്വത്തെ വെല്ലുവിളിച്ചു അയ്യങ്കാളി. വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു. 1 വർഷത്തോളം നീണ്ട പ്രക്ഷോഭത്തിനൊടുവിൽ 1910 തിരുവിതാംകൂറിൽ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അനുമതി നേടിക്കൊടുത്തു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ജാതി സൂചകമായ കല്ലുമാല ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. വീരോചിതമായിരുന്നു ആ പോരാട്ടങ്ങൾ, ഐതിഹാസികമായിരുന്നു ആ ജീവിതം. മഹാത്മാ അയ്യങ്കാളി നടന്നു തീർത്ത വഴികളും ഏറ്റെടുത്ത പോരാട്ടങ്ങളും തച്ചു തകർത്ത അനാചാരങ്ങളുമാണ് ഭ്രാന്താലയമെന്ന് ഒരു കാലം രേഖപ്പെടുത്തിയ മലയാളി ഭൂമികയെ ഇന്നത്തെ കേളിപെറ്റ കേരളമാക്കി മാറ്റിയത്. 1863 ജനിച്ച് 1941 അന്തരിച്ച ആ ഇതിഹാസ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ റിപ്പോർട്ടറിന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.